എല്ലാവർക്കും നമസ്കാരം. ഞാൻ ശില്പ. ഇപ്പോൾ CSEB ക്ലർക്ക് കാഷ്യർ പരീക്ഷ അടുത്തിങ്ങനെ വന്ന് നിൽക്കുകയാണ് അല്ലേ. അപ്പോൾ പുതിയ സിലബസ് അനുസരിച്ചിട്ടാണ് ഈ പ്രാവശ്യം പരീക്ഷ നടക്കുന്നത്. ഡീറ്റെയിൽ ആയിട്ട് തന്നെ സിലബസ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൽ പറഞ്ഞിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് കേരള ഹിസ്റ്ററിയിൽ വരുന്ന ട്രാവൻകൂർ ഡൈനാസ്റ്റി അല്ലേ, തിരുവിതാംകൂർ രാജവംശവുമായിട്ട് ബന്ധപ്പെട്ട് എടുത്തു പറഞ്ഞിരിക്കുന്ന ഒരു ഭാഗമാണ്. അപ്പോൾ അവിടുത്തെ കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കിയാലോ. അപ്പോൾ നമുക്ക് അവിടെ പഠിക്കാനുള്ളത് മാർത്താണ്ഡവർമ്മ മുതൽ ചിത്ര തിരുനാൾ വരെയുള്ള രാജാക്കന്മാരെ എല്ലാവരുടെയും ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ നോക്കിയിട്ട് പോകണം. അപ്പോൾ അവരുടെ കോൺട്രിബ്യൂഷൻസും അതിലെ പ്രമുഖരായിട്ടുള്ള രാജാക്കന്മാരോടൊപ്പം തന്നെ പ്രമുഖന്മാരായിട്ടുള്ള ദിവാന്മാരും അല്ലെങ്കിൽ ദളവന്മാരും ഉണ്ട് അല്ലേ. അതെല്ലാം നമുക്ക് നോക്കാനുള്ള ഭാഗങ്ങളാണ്. അപ്പോൾ നമുക്ക് അതിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കിയിട്ട് കുറച്ച് കണക്റ്റിംഗ് ഫാക്റ്റുകളൊക്കെ പറഞ്ഞു പോവാം. നോക്കാം. ഫസ്റ്റ് വൺ, ഹു ഈസ് കൺസിഡേർഡ് ദ മേക്കർ ഓഫ് മോഡേൺ ട്രാവൻകൂർ? ആധുനിക തിരുവിതാംകൂറിൻ്റെ എന്താ പറയുക മേക്കർ ആര് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സ്വാതി തിരുനാൾ, മാർത്താണ്ഡവർമ്മ, ധർമ്മരാജ, വേലുത്തമ്പി ദളവ. ആരാണ് ആധുനിക തിരുവിതാംകൂർ അല്ലെങ്കിൽ തിരുവിതാംകൂർ രാജവംശം ആരുടെ കോൺട്രിബ്യൂഷനാണ് അല്ലെങ്കിൽ ആരാണ് ഈ ഒരു രാജവംശം തുടങ്ങി വെച്ചത്? തന്നെ മുൻപ് വേണാടായിരുന്ന രാജവംശമാണ് പിന്നീട് തിരുവിതാംകൂർ എന്നറിയപ്പെടാൻ തുടങ്ങിയത് അല്ലേ. എന്താണ്? മാർത്താണ്ഡവർമ്മയാണ്. ഓപ്ഷൻ ബി മാർത്താണ്ഡവർമ്മയാണ് ഉത്തരമായിട്ട് വരുന്നത്. 1729 മാർത്താണ്ഡവർമ്മ അധികാരത്തിൽ വരുന്നത്. അപ്പം മുതലാണ് തിരുവിതാംകൂർ രാജവംശം നിലവിൽ വരുന്നത്. പിന്നീട് ചിത്ര തിരുനാളാണ് ഏറ്റവും അവസാനം ഭരിച്ചത്. അദ്ദേഹം ഭരിച്ചതിന് ശേഷമാണ് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതും തിരുക്കൊച്ചി സംസ്ഥാനം രൂപം കൊള്ളുന്നതും അതിനുശേഷമാണ് കേരള സംസ്ഥാനം രൂപം കൊള്ളുകയൊക്കെ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ മാർത്താണ്ഡവർമ്മയാണ് മോഡേൺ തിരുവിതാംകൂറിന്റെ ശില്പി എന്ന് അറിയപ്പെടുന്നത്. അടുത്തത്, ദ ബാറ്റിൽ ഓഫ് കൊളച്ചൽ, എ സിഗ്നിഫിക്കന്റ് ഇവന്റ് ഇൻ ട്രാവൻകൂർസ് ഹിസ്റ്ററി, വാസ് ഫൗട്ട് ബിറ്റ്വീൻ ട്രാവൻകൂർ ആൻഡ് വിച്ച് യൂറോപ്യൻ പവർ? തിരുവിതാംകൂറും ഒരു യൂറോപ്യൻ ശക്തിയും കൂടി നടന്ന ഒരു ബാറ്റിലാണ് ബാറ്റിൽ ഓഫ് കൊളച്ചൽ എന്ന് പറയുന്നത്. കൊളച്ചൽ യുദ്ധം അല്ലേ. അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. കാരണം ആദ്യമായിട്ടാണ് ഒരു യൂറോപ്യൻ ശക്തി ഒരു നാട്ടുരാജ്യത്തിന് മുന്നിൽ തോൽക്കുന്നത്. അപ്പോൾ ആ ഒരു യൂറോപ്യൻ ശക്തി ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഫ്രഞ്ച്, ഡച്ച്, പോർച്ചുഗീസ്, ബ്രിട്ടീഷ്. ആരാണ്? ഡച്ചുകാരാണ് അല്ലേ. ഡച്ചുകാര് തിരുവിതാംകൂറിന്റെ മുന്നിൽ തോറ്റു. അന്ന് തിരുവിതാംകൂർ ഭരിച്ചിരുന്ന ആരാണ്? മാർത്താണ്ഡവർമ്മയാണ് അല്ലേ. മാർത്താണ്ഡവർമ്മ ഭരിച്ചുകൊണ്ടിരുന്ന സമയത്താണ് കൊളച്ചൽ യുദ്ധം നടക്കുന്നത്. 1741 1741 ഓഗസ്റ്റ് 10 കൊളച്ചൽ യുദ്ധം നടക്കുന്നത്. 1741 ഓഗസ്റ്റ് 10 കുളച്ചൽ യുദ്ധം നടക്കുന്നത്. അതിലാണ് ഡച്ചുകാര് പരാജയപ്പെടുന്നത്. ഇതിൽ ഡച്ച് സൈന്യാധിപനായിരുന്ന ഡിലനോയ് കീഴടങ്ങുകയും പിന്നീട് അദ്ദേഹം ഡിലനോയ് ആരായി? നമ്മുടെ തിരുവിതാംകൂർ സൈന്യത്തിന് പരിശീലകനും സൈന്യാധിപനും ഒക്കെ ആയിട്ട് മാറുകയാണ് ചെയ്തത്. വലിയ കപ്പിത്താൻ എന്നൊക്കെ അറിയപ്പെടുന്നത് ആരാണ്? ഡിലനോയ് ആണ് അല്ലേ. ഡിലനോയ് ആണ് ഡച്ചുകാരെ അന്ന് സൈന്യാധിപനായിരുന്നത്. അദ്ദേഹം കീഴടങ്ങുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഡച്ചുകാര് പരാജയപ്പെട്ട യുദ്ധമാണ് കുളച്ചൽ യുദ്ധം. 1741 ഓഗസ്റ്റ് 10 കുളച്ചൽ യുദ്ധം നടക്കുന്നത്. മാർത്താണ്ഡവർമ്മയായിരുന്നു അന്ന് തിരുവിതാംകൂർ ഭരിച്ചിരുന്ന രാജാവ്. ഹു വാസ് ദ റൂളർ ഓഫ് ട്രാവൻകൂർ വെൻ ഐറിഷ്മാൻ ജെയിംസ് ഡാറ എസ്റ്റാബ്ലിഷ് ഡാറാസ് മെയിൽ കയർ ഫാക്ടറി ഇൻ 1859? 1859 തിരുവിതാംകൂറിൽ ആദ്യത്തെ കയർ ഫാക്ടറി വന്നു അല്ലേ. ഡാറാസ് മെയിൽ എന്ന് പറയുന്ന കയർ ഫാക്ടറി വന്നു. അപ്പോൾ ആരാണ് ആ സമയത്ത് തിരുവിതാംകൂർ ഭരിച്ചിരുന്നത് എന്നാണ് ചോദിച്ചത്. അപ്പോൾ ഡാറാസ് മെയിൽ കയർ ഫാക്ടറി ആരംഭിച്ചത് ആരാണ്? ജെയിംസ് ഡാറയാണ്. അദ്ദേഹം ഐറിഷുകാരനായിരുന്നു. അതും കൂടി ഓർത്തു വയ്ക്കുക, അദ്ദേഹം ഐറിഷുകാരനായിരുന്നു. അപ്പോൾ ഡാറാസ് മെയിൽ എന്ന് പറയുന്ന കയർ ഫാക്ടറി ആരംഭിച്ചത് 1859 ആ സമയത്ത് ആരായിരുന്നു തിരുവിതാംകൂർ ഭരിച്ചിരുന്നത്? ആരാണ്? ഓപ്ഷൻ ബി ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മ. ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മ ഭരിച്ചുകൊണ്ടിരുന്ന സമയത്താണ് 1859 എന്ത് ആദ്യത്തെ കയർ ഫാക്ടറി ആലപ്പുഴയിൽ ആരംഭിക്കുന്നത്. അദ്ദേഹം ഭരിച്ചുകൊണ്ടിരുന്ന സമയത്ത് തന്നെയാണ് ആദ്യമായിട്ട് പോസ്റ്റ് ഓഫീസ് തിരുവിതാംകൂറിൽ പോസ്റ്റ് ഓഫീസ് ആരംഭിക്കുന്നതും
ഉത്രം തിരുനാൾ ഭരിച്ചുകൊണ്ടിരുന്ന സമയത്ത് തന്നെയാണ് അല്ലേ. അതേപോലെ തന്നെ ഈ ഒരു വർഷത്തിന് വീണ്ടും പ്രത്യേകതയുണ്ട്. ഏതാണ്? നമ്മൾ കേരള റിവോൾട്സുകൾ പഠിക്കുമ്പോൾ ചാന്നാർ റിവോൾട്ട് അല്ലേ, 1859 ചാന്നാർ വിഭാഗത്തിൽപ്പെട്ട സ്ത്രീകൾക്ക് അപ്പർ ക്ലോത്ത് ധരിക്കുന്നതിനുള്ള അനുമതി ലഭിക്കുന്ന വർഷവും ഏത് വർഷം തന്നെയാണ്? 1859 തന്നെയാണ് അല്ലേ. അപ്പോൾ ചാന്നാർ റിവോൾട്ട് നടക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ചാന്നാർ സമുദായത്തിൽപ്പെട്ട സ്ത്രീകൾക്ക് മേൽവസ്ത്രം ധരിക്കുന്നതിനുള്ള അനുമതി കൊടുത്തതും ആര് തന്നെയാണ്? ഉത്രം തിരുനാൾ ഭരിച്ചുകൊണ്ടിരുന്ന സമയത്താണ്. ഓക്കെ, അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം ഓർത്തു വയ്ക്കുക. അപ്പോൾ ഡാറാസ് മെയിൽ കാർ ഫാക്ടറി 1859, ഉത്രം തിരുനാളാണ് ഭരിച്ചുകൊണ്ടിരുന്നത്. ജെയിംസ് ഡാറയാണ് സ്റ്റാർട്ട് ചെയ്തത്. അദ്ദേഹം ഐറിഷുകാരനായിരുന്നു. ഓക്കെ, അടുത്തത് നെയിംസ് നോൺ ടു ട്രാവൻകൂർ കിങ്സ്. തിരുവിതാംകൂർ രാജാക്കന്മാര് അറിയപ്പെട്ടിരുന്ന പേരുകൾ: വഞ്ചി ഭൂപതി ശ്രീ പത്മനാഭദാസൻ. 1 ഓൺലി, 2 ഓൺലി, 1 2 ഓൺലി, 1 2 നോട്ട് കറക്റ്റ്. ഏതാണ്? വഞ്ചി ഭൂപതി എന്നറിയപ്പെടുന്നതും അതുപോലെ തന്നെ തൃപ്പടിദാനം നടത്തി അല്ലെ. ആരാണ് തൃപ്പടിദാനം നടത്തിയത്? മാർത്താണ്ഡവർമ്മ. മാർത്താണ്ഡവർമ്മ തൃപ്പടിദാനം നടത്തിയത് മുതൽ തിരുവിതാംകൂറിലെ എല്ലാവരും അല്ലെങ്കിൽ തിരുവിതാംകൂർ രാജവംശത്തിൽപ്പെട്ട അവരൊക്കെ എങ്ങനെ അറിയപ്പെടാൻ തുടങ്ങി? പത്മനാഭദാസന്മാർ എന്ന് അറിയപ്പെടാൻ തുടങ്ങി. അപ്പോൾ വഞ്ചി ഭൂപതി എന്നറിയപ്പെടുന്നതും പത്മനാഭദാസന്മാർ എന്നൊക്കെ അറിയപ്പെടുന്നതും ആര് തന്നെയാണ്? തിരുവിതാംകൂർ രാജാക്കന്മാരാണ്. ഇനി തിരുവിതാംകൂർ രാജാക്കന്മാരുടെ കിരീടധാരണ ചടങ്ങിനെ പറയുന്ന പേരെന്താ? ഹിരണ്യഗർഭം അല്ലെ. ഹിരണ്യഗർഭം എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ രാജാക്കന്മാരെയൊക്കെ പത്മനാഭദാസന്മാർ എന്നാണ് വിളിക്കുന്നത്. അത് തൃപ്പടിദാനത്തിന് ശേഷമാണ്. മാർത്താണ്ഡവർമ്മയാണ് തൃപ്പടിദാനം നടത്തിയത്. ഓക്കെ, അപ്പോൾ അതൊക്കെ ഒന്ന് ഓർത്തു വയ്ക്കുക. അടുത്ത ക്വസ്റ്റ്യൻ: ഹു റെയിൻഡ് മോഡേൺ ട്രാവൻകൂർ ഫോർ ദ ലോങ്സ്റ്റ് പീരീഡ്? തിരുവിതാംകൂർ ഏറ്റവും കൂടുതൽ കാലം ഭരിച്ചത് ആരാണ്? മാർത്താണ്ഡവർമ്മ, ആയില്യം തിരുനാൾ, ഉത്രം തിരുനാൾ, ധർമ്മരാജ, കാർത്തിക തിരുനാൾ, രാമവർമ്മ. അപ്പൊ കാർത്തിക തിരുനാൾ രാമവർമ്മ അറിയപ്പെടുന്ന പേരാണ് ധർമ്മരാജ എന്ന്. ഓക്കെ, ധർമ്മരാജ എന്നും അറിയപ്പെടുന്നത് ആരാണ്? കാർത്തിക തിരുനാൾ രാമവർമ്മയാണ്. മാർത്താണ്ഡവർമ്മയ്ക്ക് ശേഷം ഭരിക്കുന്നതാണ് കാർത്തിക തിരുനാൾ. രാജാ കേശവദാസ് ഒക്കെ കാർത്തിക തിരുനാൾ ഭരിച്ചുകൊണ്ടിരുന്നപ്പോൾ തിരുവിതാംകൂറിലെ ദിവാനായിരുന്നു. ഓക്കെ, അപ്പൊ ആരാണ് ഏറ്റവും കൂടുതൽ കാലം ഭരിച്ചത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ധർമ്മരാജ അല്ലെങ്കിൽ കാർത്തിക തിരുനാൾ രാമവർമ്മയാണ്. അദ്ദേഹമാണ് ഏറ്റവും കൂടുതൽ കാലം ഭരിച്ചത്. 1758 മുതൽ 58 വരെ മാർത്താണ്ഡവർമ്മയാണ്. 58 മുതൽ 1798 വരെ 1798 വരെ ഭരിച്ചത് ആരാണ്? കാർത്തിക തിരുനാളാണ്. അപ്പൊ അദ്ദേഹമാണ് ധർമ്മരാജ എന്നറിയപ്പെടുന്നത്. അപ്പൊ ഏറ്റവും കൂടുതൽ കാലം ഭരിച്ചത് കൊണ്ട് തന്നെ അദ്ദേഹത്തിനെ കിഴവൻ രാജ എന്നും വിളിക്കാറുണ്ട്. 40 വർഷത്തോളം അദ്ദേഹം ഭരിച്ചിരുന്നു. അതുകൊണ്ട് അദ്ദേഹത്തിനെ കിഴവൻ രാജ എന്നും വിളിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ഏറ്റവും കൂടുതൽ കാലം ഭരിച്ചത് ആരാണ്? ഓപ്ഷൻ ഡി ആണ്, ധർമ്മരാജ അല്ലെങ്കിൽ കാർത്തിക തിരുനാൾ രാമവർമ്മ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ: വിച്ച് റൂളർ അബോളിഷ്ഡ് ദ സ്ലേവ് ട്രേഡ് ഇൻ ട്രാവൻകൂർ? തിരുവിതാംകൂറിൽ അടിമക്കച്ചവടം നിർത്തലാക്കിയത് ആരാണ്? ഗൗരി ലക്ഷ്മിഭായ്, സ്വാതി തിരുനാൾ, മാർത്താണ്ഡവർമ്മ, ഗൗരി പാർവതിഭായ്. ആരാണ്? ഗൗരി ലക്ഷ്മിഭായ്. ഓപ്ഷൻ എ ആണ് അല്ലെ. 1812 എന്താ അബോളിഷ്ഡ് ദ സ്ലേവ് ട്രേഡ്, അടിമക്കച്ചവടം നിർത്തലാക്കിയത്. തിരുവിതാംകൂറിലെ ആദ്യത്തെ വനിതാ ഭരണാധികാരിയും ഗൗരി ലക്ഷ്മിഭായ് ആണ്. മാത്രമല്ല തിരുവിതാംകൂറിലെ ഏറ്റവും കുറച്ചു കാലം ഭരിച്ചതും ആര് തന്നെയാണ്? ഗൗരി ലക്ഷ്മിഭായ് ആണ്. അപ്പൊ ഇതിനു മുൻപ് ഉമ്മിണിത്തമ്പി ആയിരുന്നു ദിവാനായിരുന്നത്. അദ്ദേഹത്തെ പിരിച്ചുവിട്ടുകൊണ്ട് റെസിഡന്റ് ആയിട്ട് ആരെ നിയമിച്ചു? കേണൽ മൺറോയെ നിയമിച്ചതും ആരായിരുന്നു? ഗൗരി ലക്ഷ്മിഭായ് ആണ് അല്ലെ. അപ്പോൾ കേണൽ മൺറോ ആണെന്നുണ്ടെങ്കിലോ കൊച്ചിയിലും തിരുവിതാംകൂറിലും ദിവാനായിരുന്ന വ്യക്തി കൂടിയാണ്. അപ്പോൾ അതും കൂടിയും ഓർത്തു വയ്ക്കുക. അപ്പോൾ എന്തൊക്കെയാ പറഞ്ഞത്? സ്ലേവ് ട്രേഡ് 1812 അബോളിഷ് ചെയ്യുന്നത്. ഗൗരി ലക്ഷ്മിഭായ് ഭരിച്ചുകൊണ്ടിരുന്ന സമയത്താണ്. തിരുവിതാംകൂറിലെ ആദ്യത്തെ വനിതാ ഭരണാധികാരിയും ഗൗരി ലക്ഷ്മിഭായ് ആണ്. പിന്നെന്താണ്? ഏറ്റവും കുറച്ചു കാലം ഭരിച്ചതും ഗൗരി ലക്ഷ്മിഭായ് ആണ്. അതിനുശേഷം വരുന്നത് 1815 വരെയാണ് അവർ ഭരിക്കുന്നത്. 1810 to 15. അതിനുശേഷമാണ് ഗൗരി പാർവതിഭായ് ഭരിക്കുന്നത്. ഓക്കെ, ഗൗരി പാർവതിഭായ് ആണ്
അദ്ദേഹത്തിന് അതായത് ലക്ഷ്മിഭായിക്ക് ശേഷം ഭരിക്കുന്നത്. ക്ലിയർ? പിന്നെന്താ പറഞ്ഞത്? കേണൽ മൺറോയെ ദിവാനായിട്ട് നിയമിച്ചതും ആരാണ്? ഗൗരി ലക്ഷ്മിഭായ് ആണ്. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഇങ്ങനത്തെ ഈ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. തിരുവിതാംകൂർ രാജാക്കന്മാർ കൊണ്ടുവന്ന കോൺട്രിബ്യൂഷൻസും അതിൽ തന്നെ പ്രധാനപ്പെട്ടതാണ് സ്വാതി തിരുനാൾ അല്ലെ. തിരുവിതാംകൂറിൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ആരംഭിച്ചത് ഒക്കെ സ്വാതി തിരുനാളിൻ്റെ ആ ഒരു സമയത്താണ്. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഈ ഒരു ഭാഗത്ത് നോക്കാനുണ്ട്. കൃത്യമായിട്ട് പഠിക്കുക. പിന്നെയുള്ള കുറച്ച് ദിവസം കൊണ്ട് നമുക്ക് കുറച്ചധികം കാര്യങ്ങൾ തന്നെ GK പഠിക്കാനുണ്ട് അല്ലേ. അപ്പോൾ ആ ഭാഗങ്ങൾ കൃത്യമായിട്ട് നമുക്ക് പഠിച്ചാലോ? അപ്പോൾ നിങ്ങൾക്കായിട്ട് ഒരു ബൂസ്റ്റർ ബാച്ച് കോമ്പറ്റേറ്റീവ് ക്രാക്കറിൽ ആരംഭിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ ഈ സ്ക്രോൾ ചെയ്ത് പോകുന്ന നമ്പറിൽ നിങ്ങൾ വിളിച്ചു ചോദിച്ചാൽ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയാനായിട്ട് പറ്റും. അപ്പോൾ വിളിക്കുക. മാത്രമല്ല ഇനിയുള്ള ഈ ഒരു പരീക്ഷയ്ക്ക് കൃത്യമായിട്ടുള്ള സിലബസും പറഞ്ഞിട്ടുണ്ട്. മാർക്ക് ഡിസ്ട്രിബ്യൂഷനിലും ഒക്കെ വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കി മാത്സും ഇംഗ്ലീഷും GKയും ഒക്കെ പഠിക്കാം. പലപ്പോഴും നിങ്ങൾക്ക് മാർക്ക് നഷ്ടപ്പെടുന്നത് ഈ ഒരു ഭാഗത്താണ് അല്ലേ. അപ്പോൾ ഈ ഒരു ബൂസ്റ്റർ ബാച്ചിലാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സബ്ജക്റ്റ് മാത്രമല്ല ഇംഗ്ലീഷും മാത്സും GKയും ഒക്കെ ഉൾപ്പെടുന്ന ലൈവ് ക്ലാസ്സുകളാണ് നിങ്ങൾക്ക് ഉണ്ടാവുക. ഒരു ദിവസം 2 മണിക്കൂറോളം ലൈവ് ക്ലാസ് ഉണ്ടാവും. കൂടുതൽ MCQs നമുക്ക് ഡിസ്കസ് ചെയ്യാം. വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് MCQ ക്വസ്റ്റ്യൻസ് ആയിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ അതുവഴി നമുക്ക് എൻറ്റയർ സിലബസ് കവർ ചെയ്യാം. അപ്പോൾ ഡീറ്റെയിൽസിനായിട്ട് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. 10 ദിവസമാണ് ഈ ഒരു ബൂസ്റ്റർ ക്ലാസ് ഉള്ളത്. 10 ദിവസം 20 മണിക്കൂർ എൻറ്റയർ സിലബസ് നമുക്ക് ഈ ഒരു ലൈവ് ക്ലാസ്സുകളിലൂടെ കംപ്ലീറ്റ് ചെയ്യാം. അപ്പോൾ ജോയിൻ ചെയ്യുക. കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക്